ഇന്ന് ഈ വലിയ സമ്മേളനം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, സ്വർഗത്തിലിരുന്ന് കാണുന്ന പൗർത്തിൻ പിതാവാണ്. ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം അദ്ദേഹത്തെ കാണാനും അദ്ദേഹമായിട്ട് സംസാരിക്കുവാനും ഇടവന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായി. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. തോമസ് ലിഹ സ്ഥാപിച്ച, തോമസ് ലിഹയുടെ മാർഗ്ഗം സ്വീകരിച്ച സുറിയാനി ക്രിസ്ത്യാനികൾ പല കാരണവശാലും പല സഭകളായിട്ട് മാറേണ്ടി വന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള സഭ തോമസ് ലിഹയുടെ മാർഗം ആ ആചാരങ്ങളെ അപങ്കുരം കൊണ്ടാടുന്ന ഒരു സഭയാണ് സീറോ മലബാർ സഭ. ആ സീറോ മലബാർ സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളതും 9ഓളം ജില്ലകളിൽ പരന്നു കിടക്കുന്നതുമായ ഇതാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ക്രിസ്ത്യാനികൾ നസ്രാണികൾ ഒരുമിച്ച് നിന്നാൽ ഇതിൽ പരം വേറൊരു കാര്യവും സംഭവിക്കാനില്ല. കാരണം സമൂഹത്തിനും സമുദായത്തിന് മാത്രമല്ല സമൂഹത്തിന് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത് വളരെയേറെ വലുതാണ്. എന്നാൽ ഇന്ന് ബഹുമാനപ്പെട്ട ലക്ഷ്യം പറയുകയുണ്ടായി, അടുത്തായിട്ട് വിദ്യാർത്ഥികളെ കൂടുതൽ പഠിപ്പിക്കാനും 7ാം ക്ലാസ്സിന് വേണ്ടിയുള്ള കുട്ടികളെ സംരക്ഷിക്കാനും അവരെ കൂടുതൽ കരുതാനും കുടുംബത്തിൽ ബന്ധത്തിനും ഒക്കെ മുൻഗണന നൽകുന്നതാണ്. ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പള്ളിയിൽ വരുന്നവരുടെ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അതിന് നമ്മൾ ശ്രമിക്കണം. ശാസ്ത്രീയ മതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ തിരുരക്തങ്ങൾ അത് കൊറോണ വന്നപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ടി വിയിലൊക്കെ കൊണ്ട് കുർബാന കണ്ടിരുന്നു. പക്ഷേ യൂട്യൂബിൽ കുർബാന കണ്ടിട്ട് കാര്യമില്ല. തിരക്തങ്ങൾ അനുഭവിക്കണം, നേരെ വിശുദ്ധ കുർബാന കാണണം. അത് പള്ളിയിൽ വന്നെങ്കിലേ സാധിക്കൂ. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്കൂളിൽ ട്യൂഷൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ മടിക്കുന്നു. പക്ഷെ ട്യൂഷനെക്കാട്ടിലൊക്കെ പ്രധാനം ദൈവാനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ആ ദൈവാനുഗ്രഹം വേണമെങ്കിൽ നമ്മുടെ ഹിന്ദുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ ദൈവത്തെ കാണാനായിട്ട് അമ്പലത്തിൽ പോയി രാവിലെ അവിടെ അമ്പലം അവിടെ കൊണ്ടുള്ള പ്രത്യാശ നമുക്ക് വിശ്വ കുർബാനയിൽ കൂടി കാണാൻ സാധിക്കുന്നത്, വിശുദ്ധരക്തങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ കണ്ട് അനുഗ്രഹം വായിക്കണം. പ്രാർത്ഥനയുടെ അനുഭവം പല കുടുംബങ്ങളിലും കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ തെരുവിൽ കൂടി നടക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പാട്ടുകളും ഞങ്ങളുടെ എൻ്റെ ചെറുപ്പകാലത്ത്, ഇപ്പം എനിക്ക് 79 വയസ്സായി, എൻ്റെ ചെറുപ്പകാലത്ത് നടക്കുന്ന സമയത്ത് പല വീടുകളിൽ നിന്നും ഉച്ചത്തിൽ പ്രാർത്ഥന നന്മയോട് വേണ്ടി സ്വർഗസ്നായുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് പലയിടത്തും ടി വിയുടെ ശബ്ദമായിട്ട് വരണം, ഒരിടത്ത് മദ്യപാനമല്ല, അപ്സ്റ്റേഴ്സ് മദ്യപാനമായി. ഇതൊക്കെ മാറ്റിയെങ്കിലേ പറ്റും. ദൈവാനുഗ്രഹം നിർബന്ധമാണ്. ദിവസവും വായിക്കണം, ബൈബിൾ വായിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒന്നുമില്ലെങ്കിൽ ബാവായിക്കും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയായിരിക്കണമെന്ന്, പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയായിരിക്കണമെന്ന് സ്വർഗസ്നായ പിതാവും നന്മ പ്രാർത്ഥിച്ച് വിശ്വാസത്വമാകും ഒരു നേരത്തിൽ ചൊല്ലണം, പ്രാർത്ഥിക്കണം. ഇതല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഭദ്രമാകത്തില്ല. കുടുംബമായിട്ട് ഉള്ള ചില വിദേശത്തുള്ളവരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഉള്ള ഒരു നേരമെങ്കിലും കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നിർബന്ധമാക്കണം. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ വൈദ്യസയിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട്, ഏത് ഗ്രഹവും ശാന്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് ഉള്ളത്. പ്രാർത്ഥനയുടെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു പഴയ നിയമത്തിൽ ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ 2000 പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. സെഫന്യാവ് എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായി. ഈ സെഫന്യാവ് രാജാവ് യഹോവയുടെ ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ച ആളായിരുന്നു, ഭരിച്ച ആളായിരുന്നു. അദ്ദേഹത്തിനൊരു വലിയ അസുഖം. പല അന്നത്തെ വൈദ്യന്മാരെയൊക്കെ നോക്കിയിട്ട് പറ്റിയില്ല. ഇപ്പം നമ്മളൊക്കെ ദീനമൊക്കെ കൂടുന്ന സമയത്ത് അച്ഛന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഏഷ്യ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഏഷ്യ പ്രവാചകൻ ഒന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് അരുളപ്പാടുണ്ടായി.
രാജാവിനോട് പറഞ്ഞു, യേശയ പ്രവാചകൻ പേടിയൊന്നുമില്ല. രാജാവിനോട് മുഖത്തോട്ട് പറഞ്ഞു, നാളെ നീ ചത്തുപോകും, നാളെ നീ ഇല്ലാതാവും, അതുകൊണ്ട് ഓസിട്ട് എഴുതിക്കൂ, അടുത്ത കാര്യങ്ങൾ നടത്തിക്കൂ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് രാജാവ് പ്രവാചകൻ പോയി. ഈ സമയത്ത് രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? വിദ്യയോട് ചേർന്ന് എന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, നിന്റെ ആജ്ഞപ്രകാരമൊക്കെ ഞാൻ പ്രവർത്തിച്ച് എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പോയ യെശയ്യാ പ്രവാചകൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് അരുളപ്പാടുണ്ടായി, നിന്റെ വയസ്സ് 15 കൊല്ലം നീട്ടി വന്നിരിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ബലം. പുതിയ നിയമത്തിലുമുണ്ട്. ആദ്യത്തെ ആദ്യത്തെ സഭയെങ്കിലും ആദ്യത്തെ രക്തസാക്ഷിയെങ്കിലും ശിഷ്യന്മാരിൽ ആദ്യം മരിച്ചത്, ആദ്യം കൊല്ലപ്പെട്ടത് യാക്കോബ് സ്ലീഹയാണ്. യാക്കോബ് സ്ലീഹയെ കൊന്നു കഴിഞ്ഞപ്പോൾ ഹേരോദോവിനെ അവിടെയുള്ള യാവാസ്തീയ യഹൂദന്മാർ വളരെയേറെ പുകഴ്ത്തി. അപ്പോൾ ഹേരോദോ വിചാരിച്ചു, നമുക്ക് ഈ അടുത്ത ആളിനെ കൂടെ കൊന്നു കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം കിട്ടുമെന്ന്. പത്രോസിനെ ബന്ധിച്ചു. ഇരുമ്പ് ചങ്ങലകളാൽ കൈയും കാലും ബന്ധിച്ചു. 2 കൂട്ടി അകത്താക്കി കാവൽക്കാരെ നിർത്തി. ഈ സമയത്ത് മറ്റുള്ള സഹോദര ക്രിസ്ത്യാനികളെ ശിഷ്യന്മാരൊക്കെ അടുത്തൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു, മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രിയിൽ ഒരു വലിയ വെളിച്ചം കണ്ടു. ഈ വലിയ വെളിച്ചം കണ്ടപ്പം ദൂതം വന്നു, നീ എഴുന്നേക്കാൻ പറഞ്ഞു. ഇപ്പം പത്രോസ് വിചാരിച്ച് സ്വപ്നം കാണുന്നതായിരിക്കും. പക്ഷെങ്കിൽ ശരിക്കും ഒരു അബോധാവസ്ഥയിൽ തന്നെ മോരെന്ന് പറഞ്ഞു. കാവലിൽ നിന്നിരുന്നവരുടെ എല്ലാം താഴെ വീണു, മയങ്ങി വീണു. പത്രോസ് പോയി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചു. ശബ്ദം കേട്ട് കഴിഞ്ഞാണ് ശുശ്രൂഷക്കാർക്ക് കേട്ടപ്പോൾ പറഞ്ഞു, പത്രോസാണെന്ന് മനസ്സിലായി. ഓടിയെന്ന് പറഞ്ഞു, പത്രോസ് വന്നിട്ടുണ്ട്. ഇപ്പം കൂടിയിരുന്നത് പറഞ്ഞു, നീ വട്ട് പറയാതെ ചുമ്മാ കള്ളം പറയാതെന്ന് പറഞ്ഞു. പക്ഷെ പത്രോസ് കയറി വന്നു. അങ്ങനെ ഇരുമ്പ് ചങ്ങലകൾ അലിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥന നമുക്ക് വേണം. നമ്മുടെ പാശ്ചാത്യ തിയോളജിയിൽ ഏറ്റവും വലിയ ആളായിരുന്നു അഗസ്റ്റിൻ ചെറുപ്പക്കാർക്കും നല്ല ആളായിരുന്നില്ല. പക്ഷെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന, മോണിക്കയുടെ പ്രാർത്ഥന, അതുകൊണ്ടാണ് സഭ മോണിക്കയെ പരിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. പ്രാർത്ഥനയായ അദ്ദേഹം തിരിഞ്ഞിട്ട് ഏറ്റവും വലിയ ആചാര്യനായിട്ട് മാറുകയുണ്ടായി. നമ്മുടെ മക്കൾ അവർ ഡ്രഗ്സിൻ്റെ പുറകെ പോകുന്നു, മറ്റേതിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കുറവാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ശക്തീകരണത്തിന് ആ പ്രാർത്ഥന ആവശ്യമാണ്. നല്ലതുപോലെ പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സമൂഹത്തിന് ഒത്തിരി സേവനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സേവനങ്ങൾ മറന്നു പോയിട്ടുള്ള. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു RSS വക്കീലാണ് എന്നോട് പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിൽ പ്രസംഗിക്കാൻ ചെല്ലണമെന്ന്. ഞാൻ പറഞ്ഞു, വക്കീൽ വലിയ RSS ആയിട്ട് ഗവൺമെൻറ്റിൽ പ്രസംഗിക്കാൻ ചെല്ലണമെന്ന് എന്നോട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ മന്ദബുദ്ധിയാണ്, അവനെ ഞങ്ങളുടെ വീട്ടിൽ വളർത്താൻ സാധിക്കുന്നില്ല, കന്യാസ്ത്രീമാർ നോക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. ഇനി ഇതുപോലുള്ള സേവനങ്ങളാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. ഈ സേവനങ്ങളൊന്നും പുറത്തു പറയാതെ, കത്തോലിക്ക സഭ ചെയ്യുന്ന സേവനങ്ങൾ പുറത്തു പറയാതെ അവിടെ ഇവിടെയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകളെ നമ്മൾ കൂട്ടായിട്ട് ചേർത്തിട്ട് നമ്മുടെ ഈ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. അതൊരു ശാക്തീകരണത്തിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ എലിക്കോശി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ഒത്തിരി നദികൾ ഒഴുകി വരുന്ന സ്ഥലമാണ്. അവിടുത്തെ ഉള്ള തോടുകൾ മുഴുവൻ അഴുക്കുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ മഴ പെയ്താലും വെള്ളപ്പൊക്കം ഉണ്ടാകും. ആ വേസ്റ്റ് നദികളെ ക്ലീൻ ചെയ്യണം, ആ കനാലുകളൊക്കെ ക്ലീൻ ചെയ്യണം. അതൊരാവശ്യമാണ്. ജനപ്രതിനിധികൾ വന്നിട്ടുണ്ടല്ലോ, അവർ ശ്രമിക്കണമെന്ന്. അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം. കുടിവെള്ള പ്രശ്നം അവിടുത്തെ വലിയ പ്രശ്നമാണ്. പട്ടയത്തിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. വളരെയേറെ പരസ്യമായ ചമ്പക്കുളം പള്ളിയുണ്ട്, സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഒരു വലുതാക്കണമെങ്കിൽ പട്ടയം വേണം. ആ പട്ടയമില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. അത് ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്ന പോലെ ഐക്യവും സ്നേഹവുമാണ് പ്രധാനം. ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ.
ആ രക്ഷ, ഐക്യവും സ്നേഹവും. പിന്നീട് എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ, നമ്മുടെ ആൾക്കാർ തന്നെ വാട്സപ്പിൽ ആവശ്യമില്ലാതെ നമ്മുടെ അച്ഛന്മാരെയും പിതാക്കന്മാരെയും കുറ്റം പറയുന്നത്, പല്ലുകുത്തി അഴുക്കുണ്ടാക്കരുത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛന്മാരോട് നേരിട്ട് പറയാം, അച്ഛൻ ഇത് ശരിയല്ല, ഇങ്ങനല്ല, നേരിട്ട് സംസാരിക്കണം. ഈ വാട്സപ്പിൽ ചെയ്തിട്ട് സഭയെ ഇല്ലാതാക്കുന്ന കൂടുതലും നമ്മുടെ ചില ആൾക്കാർ തന്നെയാണ്. ചില പ്രത്യേക കാരണങ്ങളാൽ ഒരുപക്ഷെങ്കിൽ ഒരു ഡൈവോഴ്സായി കോടതിയിൽ നിന്ന് ഡൈവോഴ്സായി കിട്ടിയ മോടെ കല്യാണത്തിന് അച്ഛൻ ചിലപ്പോൾ സമ്മതിച്ചു കാണത്തില്ല, കാരണം സഭയിലൂടെ ഓർഡർ വേണമെന്ന് പറയുമായിരുന്നു. പക്ഷെ ആ ഉടനെ ആ അച്ഛനെ കുറ്റപ്പെടുത്തി വാട്സപ്പ് മെസ്സേജ് ഇടുക. ഇത് ബാക്കിയുള്ള സഭക്കാരൊക്കെ, ബാക്കിയുള്ള സമുദായക്കാരൊക്കെ പരത്തിയെടുക്കുക. അപ്പം വാട്സപ്പ് ഉപയോഗങ്ങളൊക്കെ സഭയെ പിതാക്കന്മാരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുക, കുറ്റങ്ങൾ വരുന്നോണ്ട് നേരിട്ട് പറഞ്ഞ് ചെയ്യുക. കാരണം ഞാൻ കൂടുതൽ പരാതികൾ ഇതിനടുത്ത് വരുന്നുണ്ട്. ഇപ്പോഴും മനുഷ്യാവകാശ കമ്മീഷൻ്റെ പീരീഡൊക്കെ കഴിയും. പലപ്പോഴും സെറ്റിൽ ചെയ്യാണ്ട് പലതും കള്ളപ്പരാതികളായിരിക്കും, പലതും കള്ളമായിരിക്കും. ഇതൊക്കെ പക്ഷെങ്കിൽ ധാരാളം വാട്സപ്പ് മെസ്സേജുകൾ അത് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം വയ്ക്കുക. ഗ്രൂപ്പ് വാട്സപ്പുകളിലൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുള്ളവരാണ്. നമ്മളൊക്കെ ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് നമുക്ക് നസ്രാണികൾക്ക് ജോലി കിട്ടത്തില്ലായിരുന്നു. നമ്മൾ കാർഷിക വൃത്തിയിലേക്ക് വീഴും. വിദേശങ്ങളിലോട്ട് നമ്മൾ ആദ്യം പോയി പഠിത്തം നടത്തി. അന്ന് ആദ്യകാലത്ത് മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പോയി. അപ്പം അതിരീതി തോട്ടങ്ങളൊക്കെ പുറത്തു പോയി കാട് വെട്ടിക്കളഞ്ഞ് പലരും പല വന്യമൃഗങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. എന്നിട്ട് പോയി അവിടെയൊക്കെ തോട്ടങ്ങൾ ഉണ്ടാക്കി, കൃഷി ഉണ്ടാക്കി. അപ്പോൾ ഏത് പ്രതിസന്ധിയെ നേരിടാമെന്നുകൊണ്ട് നമ്മുടെ പിതാവായ തോമസ് ലീഹ പറഞ്ഞു തന്നെ, യേശുവിനെ കൊല്ലാൻ യഹൂദന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീനമായിട്ട് കിടന്നിരുന്ന ലാസറിന്റെ അടുത്ത് പോകാനായിട്ട് മടിച്ചപ്പോൾ തോമസ് ലീഹ പറഞ്ഞു, നമുക്ക് അവരോടുകൂടി മരിക്കാം. ഈ ധൈര്യമാണ് തോമസ് ലീഹയുടെ പിതാവിന് വേണ്ടത്. നമുക്ക് അവരോടുകൂടി മരിക്കാനുള്ള ധൈര്യം. ആ ധൈര്യത്തോടുകൂടി വേണമെങ്കിൽ ശാക്തീകരിക്കാനായിട്ട്, ആ ശാക്തീകരിക്കാൻ മരിച്ചവരെ ഓർപ്പിച്ചതിനായി ദൈവം നമ്മോടുകൂടി ഉണ്ട്. പിന്നെ നമുക്കെതിന് പേടിക്കാൻ ഇമ്മാനുവേലാണ് ദൈവം നമ്മോടുകൂടി ഉണ്ട്. ദൈവം നമ്മോടുകൂടി ഉണ്ടാവുമ്പോൾ ലോകാവസാനത്തോടും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനു പേടിക്കണം? ധൈര്യമായിട്ടിരിക്കുക. ചെറിയ സമൂഹമേ, തോമസ് ലീഹയുടെ പിതാവിനെ നമ്മൾ തീർച്ചയായിട്ടും വളരെ ശാക്തീകരിക്കപ്പെടും. ഈ സഭ വളരെയേറെ ബുദ്ധിമുട്ടി നസ്രാണികളുടെ മൊത്തം, സിംഗ മലബാർ സഭയുടെ മാത്രമല്ല, നസ്രാണികളുടെ മൊത്തം നാവായിട്ട് ഈ ചങ്ങനാശ്ശേരി അതിരൂപത വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.